ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട്. ഹിറ്റാച്ചികളും മറ്റ് യന്ത്ര സംവിധാനങ്ങളും എത്തിച്ച് അത് നടക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ വീടാണ് ഇപ്പോൾ ഈ ഒരു ഹിറ്റാച്ചി യന്ത്രം മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശേഖരൻ എന്നാണ്. ഈ പ്രദേശവാസിയാണ്. ഈ ഹിറ്റാച്ചിയുടെ ആ ഒരു ഭാഗത്തായിരുന്നു സുഹൃത്തിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ വീട്. ബഷീർ പറഞ്ഞ ഒരാൾ, അയാൾ ടാക്സി ഓടിക്കുന്ന ഇവിടെ 900 കണ്ടിയിൽ ടാക്സി ഓടിക്കുന്ന ആളാണ്. നിത്യജീവിത മാർഗ്ഗമാണ്. ദിവസം പോയി കഴിഞ്ഞാൽ 1000-500 റുപ്യ കിട്ടും. പാവപ്പെട്ട കുടുംബമാണ്. അടുത്ത മാസം മോളെ കല്യാണമാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവർ 3 ആളും മിസ്സിംഗ് ആണ്, കിട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ഏത് ഭാഗത്തായിട്ട് വരും അത്? വീടല്ലേ? വീട് ഈ ഫസ്റ്റത്തെ ലൈൻ തന്നെയാണ്. ഇത് 3 എണ്ണമായിട്ട് വരും, 3 ലൈനായിട്ട് വരും. ലൈന് പറഞ്ഞാൽ ഒരു ലൈന് പറഞ്ഞാൽ ഇപ്പോൾ 6 പാടിയാണ്. 6 റൂമുണ്ടാവും. 6 റൂമിൽ പിന്നെ 6 കുടുംബവും 3 ലൈനിലായിട്ട് 18 കുടുംബം ഉണ്ട്. അതിൽ കുറച്ചാളൊക്കെ മാറിയിട്ടുണ്ട്. ഇവൻ മാറിയിട്ടില്ല. ബഷീർ എന്തായാലും മാറിയിട്ടില്ല. ബഷീർ വൈകുന്നേരം ഞങ്ങളുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞു വന്നാണ്. നാളെ കാണാമെന്ന് പറഞ്ഞു വന്നാണ്. നല്ല പ്രതീക്ഷകളൊക്കെ ആയിരുന്നു. എല്ലാം പോയി. ഇനി അഥവാ കിട്ടിയാൽ തന്നെ വലിയ ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇനി കിട്ടാനുള്ളൊരു സാധ്യത എത്രത്തോളം? ചേട്ടൻ ഈ പ്രദേശം നന്നായി അറിയാവുന്ന ഒരാളാണല്ലോ. ഇന്നലെ ഞങ്ങൾ കണ്ടതിൽ എല്ലാം ബോഡികളല്ല കിട്ടിയത്. ബോഡി പറഞ്ഞാൽ ഫുൾ ബോഡി ഇല്ല. എല്ലാം നെഞ്ഞവും പിന്നെ കാലിൻ്റെ ഇതും അങ്ങനെ കിട്ടുന്നത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ സ്വന്തം വീട്ടുകാരെ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് തന്നെ അറിയാത്ത സ്ഥിതിയായിപ്പോയി. മുഖം വീങ്ങിയിട്ടും വികൃത രൂപമായിട്ടും തലയൊക്കെ പൊട്ടിയിട്ടും വികൃത രൂപമാണ്. പിന്നെ കാലിൻ്റെ കയ്യിൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതായി പോകാമെന്നുള്ളൂ. ഇല്ലാതെ യാതൊരു രക്ഷയില്ല. ഏകദേശം എത്ര വീടുകൾ ഈ ഒരു മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിരുന്നു? മുണ്ടക്കയിൽ പിന്നെ ഈ പാടികളൊഴിച്ച് ബാക്കിയെല്ലാം 5 സെൻറ്റ് 30 സെൻറ്റ് ഒരു 50-55 കുടുംബത്തോളം മട്ടത്ത് തന്നെ ഉണ്ട്. മട്ടത്ത് പകുതിയിലേറെ ഒഴിച്ചു പോയിരിക്കുന്നത്. പകുതി ഈ ഭാഗം ആ ഭാഗം കുറച്ച് ഒഴിവായിട്ട് അതിൽ ഫുള്ള് താമസക്കാർ ഫുള്ള് പോയി. പിന്നെ എസ്റ്റേറ്റുള്ളത് വനറാണിയുള്ളത് അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്താ പറയുക, മഴ കാരണം എല്ലാത്തിനും ഒഴിപ്പിച്ച് മഴ 3 ദിവസം അടുപ്പിച്ച് പിടിച്ചപ്പോൾ എല്ലാവരും ഒഴിപ്പിച്ച് അവരെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഈ ലൈൻസിലുള്ളവരൊക്കെ കംപ്ലീറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലമുള്ളവരാണ്. ഈ ദുരന്തം സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം വരെ ആ സുഹൃത്തിനെ കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. അന്ന് വൈകുന്നേരം കാണല്ലേ 7 മണിക്ക് ഞങ്ങളെല്ലാം ഒരു വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞ് ഒരു അസുഖമുള്ളവനാണ്. എങ്ങനെയൊക്കെ കഴിച്ചിലേപ്പോൾ ഈ ഡിസ്കിൻ്റെ തകരാറുള്ള ബഷീർ പറഞ്ഞാൽ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരു കുടുംബന്മാർ കഴിയുന്നവരാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദയനീയതായിപ്പോയി. അവൻ്റെ അനിയനുണ്ടായിരുന്നു. അനിയനും മിസ്സാണ്, കിട്ടിയിട്ടില്ല, ബോഡി കിട്ടിയിട്ടില്ല. അനിയനും കുടുംബം എല്ലാം മിസ്സാണ്. പിന്നെ വേറൊരു അനിയനുണ്ട് ജലീൽ പറഞ്ഞിട്ട്. അവനിപ്പോൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് വീട് എടുത്തിട്ട് വേറെ താമസം. അവൻ സേഫ്റ്റിയാണ്. അവൻ ഒറ്റൊരുത്തനേ ഉള്ളൂ. ബാക്കി എല്ലാം പോയി. 3 ആളും പോയി. വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു വാക്കുകളാണ് ചേട്ടൻ്റെ ഉറ്റ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട് നിന്നിരുന്ന പരിസരത്താണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ പറയുന്നത് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മാത്രം ഭാഗ്യം, അല്ലെങ്കിൽ അത് മാത്രമേ ഇനി കിട്ടാനുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വളരെ വേദനാജനകമായ കാഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു മുണ്ടക്കയിൽ നിന്നും നമ്മൾ കാണുന്നത്. മുണ്ടക്കയിൽ നിന്നും ക്യാമറമാൻ ബിനീഷ് ശരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായണൻ, അമൃത ന്യൂസ്.